Good morning to all. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇന്ന് 3 ലെസൺ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എക്സാമിന് വേണ്ടിയിട്ടുള്ളത് 3 ലെസൺ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നല്ലപോലെ വായിക്കണം. കാരണം നമുക്ക് ഇപ്രാവശ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടല്ല. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ പഠിക്കണം. കാരണം അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷെ സിംഗിൾ, അതായത് വൺ വേർഡ് പോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങള് നല്ലപോലെ ക്ലാസ്സിൽ ഇരുന്നവർക്കും ക്ലാസ് ശ്രദ്ധിച്ചവർക്കും ഈസി ആയിട്ട് എക്സാം എഴുതാം, ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ, ഇപ്പൊ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. സിമ്പിൾ എക്സാം, ഒരു പണിയുമില്ല, സ്പെല്ലിംഗ് കിട്ടുന്നൊന്നും വിചാരിക്കാനില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 3 ലെസൺ കംപ്ലീറ്റ് ആയി. അപ്പൊ 4ാമത്തെ ലെസണിലേക്ക് ഏതായാലും എക്സാം കഴിഞ്ഞു പോവാന്ന് തോന്നുന്നു അല്ലേ? അതുകൊണ്ട് ഇന്നിപ്പോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിച്ചാൽ നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. എല്ലാരും മ്യൂട്ട് ചെയ്ത് വെക്കണം. മിസ് ആവശ്യമില്ലാതെ മാത്രം അൺമ്യൂട്ട് ചെയ്യും. ഓക്കെ, നിങ്ങൾ എത്ര പോലെ പഠിച്ചിട്ടുണ്ടെന്ന് മിസ്സിന് അറിയണല്ലോ, അതുകൊണ്ട് കേട്ടോ. അപ്പൊ all of you take your textbook and listen here. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മിസ് ചോദിക്കുന്ന ആളെ ആൻസർ പറഞ്ഞാൽ മതി കേട്ടോ. കുട്ടിക്ക് ആഹ്ലാദമുണ്ടാകാൻ കാരണമെന്ത്? കുട്ടിക്ക് ആഹ്ലാദമുണ്ടാകാൻ കാരണമെന്ത്? എന്താ സിറ? പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സേ. പാഠശാല തുറക്കുന്ന ദിവസമായതുകൊണ്ടാണ് കുട്ടിക്ക് പാഠശാല തുറക്കുന്ന ദിവസമായതുകൊണ്ടാണ് എന്ത്? കുട്ടിക്ക് ആഹ്ലാദം ഉണ്ടായത് അല്ലേ? നെക്സ്റ്റ് ചോദ്യം. സ്കൂളിൽ ഗാന്ധിജിയുടെ ചങ്ങാതിമാർ ആരൊക്കെയായിരുന്നു? സ്കൂളിൽ ഗാന്ധിജിയുടെ ചങ്ങാതിമാർ ആരൊക്കെയായിരുന്നു? ആരൊക്കെയായിരുന്നു ആഷിനെ? പുസ്തകങ്ങളും പാഠങ്ങളും മാത്രമായിരുന്നു. പുസ്തകങ്ങളും പാഠങ്ങളുമായിരുന്നു ഗാന്ധിജിയുടെ ചങ്ങാതിമാർ അല്ലേ? ഏഞ്ചൽ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു അല്ലേ? ഏഞ്ചൽ ഇപ്പൊ പോയി. ഓക്കെ, അപ്പൊ പുസ്തകങ്ങളും പാഠങ്ങളുമായിരുന്നു ഗാന്ധിജിയുടെ ചങ്ങാതിമാർ അല്ലേ? നെക്സ്റ്റ്, മുതിർന്നവരുടെ തെറ്റുകുറ്റങ്ങൾ ഡേഷ് ശീലം ഗാന്ധിജിക്ക് ഇല്ലായിരുന്നു. മുതിർന്നവരുടെ എന്തായിരുന്നു സൂര്യദേവേ? പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സേ. മുതിർന്നവരുടെ ഡേഷ് ശീലം, എന്ത് ശീലം? കേട്ടില്ല മോനെ. എന്ത്? വിമർശിക്കാൻ. മുതിർന്നവരുടെ തെറ്റുകുറ്റങ്ങൾ ഡേഷ് ശീലം, നോട്ട് വിമർശിക്കാൻ. വിമർശിക്കാനല്ല, തെറ്റുകുറ്റങ്ങൾ ഡേഷ് ശീലം ഗാന്ധിജിക്ക് ഇല്ലായിരുന്നു. നെക്സ്റ്റ്, ആദിദേവ് പ്രമോദ്. കണ്ടുപിടിക്കുന്നത്, കണ്ടെത്തുന്ന ശീലം അല്ലേ? കണ്ടെത്തുന്ന ശീലം ആർക്കില്ലായിരുന്നു? മുതിർന്നവരുടെ തെറ്റുകുറ്റങ്ങളെ കണ്ടെത്തുന്ന ശീലം ഗാന്ധിജിക്ക് ഇല്ലായിരുന്നു അല്ലേ? അങ്ങനെയല്ലേ? നെക്സ്റ്റ്, രോദനം എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? എന്താ ഷംബീലെ? രോദനം. പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സേ. ടെക്സ്റ്റ് നോക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്, വേഗം പറഞ്ഞേ. എന്താ ഷംബീലെ രോദനം? ഏത് പാഠത്തിലാണെന്ന് അറിയോ രോദനം? കേട്ടോ, ഇവിടെ കുറെ പേര് കൈപൊക്കി നിൽക്കുകയാണ്. രോദനം. നെക്സ്റ്റ്, മുഹമ്മദ് നിഹാൽ, പ്ലീസ് അൺമ്യൂട്ട്. കരച്ചിൽ. ഓക്കെ, കറക്റ്റ്. ശംബീലെ അടി ഞാൻ തരും.
ഓക്കെ, എന്താണ് രോദനം? കരച്ചിൽ. നെക്സ്റ്റ് ചോദ്യം. ഓണപ്പൂവുമായി കൊഞ്ചിയത് എവിടെ വെച്ച്? ക്രിസ്റ്റി സിൻഡോ. ഓണപ്പൂവുമായി കൊഞ്ചിയത്. പ്ലീസ് അൺമ്യൂട്ട് ക്രിസ്റ്റി സിൻഡോ. പാടത്തിൽ വക്കത്ത് വെച്ചാണ് ഓണപ്പൂവുമായി കൊഞ്ചിയത് അല്ലേ? പാടത്തിന്റെ വക്കത്ത് വെച്ച് അല്ലേ ഓണപ്പൂവുമായി കൊഞ്ചിയത്? ഓക്കെ, പാടത്തിന്റെ വക്കത്ത് വെച്ചാണ് അല്ലേ? ഗാന്ധിജി മരിച്ചതെന്ന്? ആൻഡ്രോസ്. വേഗം പറയണം. പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സേ. ആൻഡ്രോസ്. 48. 48 ആരാ അവിടെ പറഞ്ഞത്? ജനുവരി 30. ഓക്കെ. ഗാന്ധിജിയുടെ മുഴുവൻ പേര് ദേവേന്ദ്ര പോയ മുഴുവൻ പേര് ഗാന്ധിജിയുടെ മുഴുവൻ പേര് എന്തായിരുന്നു ദേവാഞ്ജന? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഓക്കെ. അൽനാഗസിൻ ഗാന്ധിജിയുടെ ജന്മസ്ഥലം? പ്ലീസ് അൺമ്യൂട്ട്. അല്ല, അൺമ്യൂട്ട് ചെയ്യുമോളെ. പോർബന്ദർ. ഗുജറാത്തിലെ പോർബന്ദർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ്. ആരുടെ കൂടെയാണ് കുട്ടി പാഠശാലയിലേക്ക് പോകുന്നത്? സൂര്യദേവൻ. പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സേ. തങ്കത്തിന്റെ കൂടെ. ഓക്കെ, കറക്റ്റ്. ആഹ്ലാദം എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? മുഹമ്മദ് ഷംബി. അൺമ്യൂട്ട് ചെയ്യ. ആഹ്ലാദം എന്താണ് ഷംബിലെ? ഷംബിലെ. നെക്സ്റ്റ് ദേവപ്രിയ. സന്തോഷം. ഓക്കെ, കിട്ടിപ്പോയി അല്ലേ? സന്തോഷം. ഓക്കെ, കറക്റ്റ്. ആദരം എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് വേർഡ് ദേവപ്രിയ പറഞ്ഞു. ദേവപ്രിയ, ആദരം എന്ന വാക്കിന്റെ വിപരീത പദം എന്ത്? ആദരം. ആദരം. എത്ര പേർക്ക് അറിയാം ആദരത്തിന്റെ ഓപ്പോസിറ്റ് വേർഡ്? ഓക്കെ, എല്ലാവർക്കും അറിയാം അല്ലെ? ആദരം. ആദരം. സേറ. ദേവേന്ദ്രക്ക് അത് അറിയാതെ നിനക്കറിയാം. ഓക്കെ, അനാദരം. ആദരം, അനാദരം. ഏമിക്കുട്ടി, വൈ ആർ യു ലേറ്റ്? ഏമി, എന്ത് ലേറ്റ് ആയത്? ഓക്കെ, ഇവിടെ എന്തെല്ലോ കാര്യങ്ങൾ നടന്നു. ഓക്കെ, അപ്പൊ നെക്സ്റ്റ്
അഗുൽക്കയും മലാഷയും ഡേഷ് ആയിരുന്നു. എന്താ ഏമി? അഗുൽക്കയും മലാഷയും അഗുൽക്കയും മലാഷയും ആരായിരുന്നു? എന്താ ഷമീലെ? കൂട്ടുകാരുമായിരുന്നു. മെയിനായിട്ട് നമ്മൾ എന്താ പഠിച്ചേ? കൂട്ടുകാരായിരുന്നു, അയൽക്കാരായിരുന്നു എന്നല്ലേ നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് ചോദ്യേ, മിടുക്ക്. എന്താ അർത്ഥം മിടുക്കിന്റെ? മിടുക്ക്. ആൻഡ്രോസ്, മിടുക്ക്. മിടുക്ക് സാമർത്ഥ്യം. സാമർത്ഥ്യം. മിടുക്ക് സാമർത്ഥ്യം അല്ലേ? ഏറി വരുന്നോരാനന്ദം എങ്ങനെ പിരിച്ചെഴുതാം? ഏറി വരുന്നോരാനന്ദം. നിഹാലേ? നിഹാൽ എന്താ ഏമി? പറഞ്ഞോ. ഏറി വരുന്നോരാനന്ദം. മ്യൂട്ട് ചെയ്തോ? ചെയ്ത് പറഞ്ഞേമി. എന്താ അറിയില്ലേ? എങ്ങനെയത് പിരിച്ചെഴുതുക? ആനന്ദം. ഏറി ഒന്നുകൂടി പറഞ്ഞേ. അല്ലല്ല, എങ്ങനെയാണ് ശരിക്കും? അല്ലല്ല, എന്താണ് ശരിക്കും പറഞ്ഞേ? ഏറി വരുന്നൊരു പ്ലസ് ഏറി വരുന്ന പ്ലസ് ഒരു, അങ്ങനെ വരുന്നില്ലേ? അപ്പൊ ഏറി വരുന്നൊരു പ്ലസ് ആനന്ദാണ് കേട്ടോ. ആഹ്ലാദമേറുന്നു എങ്ങനെയാ പിന്നെ? ക്രിസ്റ്റീസിന്റോ? എങ്ങനെയാ ദേവാഞ്ജന? ഏറുന്നു, ആഹ്ലാദമേറുന്നു. ഓക്കെ. എന്തേ നിഹാലേ ചിരി വരുന്നു? പാഠശാല എന്താ അർത്ഥം? പാഠശാല. ഷമീലെ? ഞാനോട് ഷമീലുള്ള ചിരിക്കുന്ന ചോദിച്ചു. ഷമീലെ, പാഠശാല എന്താ അർത്ഥം? പാഠശാലയുടെ നോക്കണം. അതിന് ഞാൻ നല്ലതിൽ എടുക്കുമ്പോ എത്ര പ്രാവശ്യം പറഞ്ഞതാണ് പാഠശാല. പാഠശാല എന്താ ഷമീലെ? എല്ലാവർക്കും അറിയണ്ടോ പാഠശാല? എന്താ ദേവപ്രിയ? വിദ്യാലയം. പാഠശാല വിദ്യാലയം. ചാച്ചിയുടെ ബുക്കാ ടീച്ചറുടെ പഠിപ്പിക്കുന്നത്. ടീച്ചറിന്റെ പാഠശാല വിദ്യാലയം. ഇനി നെക്സ്റ്റ് ചോദ്യം എന്താ? ടീച്ചറിന്റെ ബുക്കാ. ടീച്ചറിന്റെ ചാച്ചിയുടെ ബുക്കല്ല, ടീച്ചറിന്റെ. ഗാന്ധിജിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം എന്ത്? കള്ളം പറയുന്നത്. കള്ളം പറയുന്നതാണ്. ഓക്കെ. എന്താണ്? ആരോ ഒരാൾ പറഞ്ഞു കള്ളം പറയുന്നത് ഗാന്ധിജിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഓക്കെ.
ഇത് നല്ലപോലെ എല്ലാം പഠിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസർ ആയാലും ടെക്സ്റ്റ് വായിക്കണം നല്ലപോലെ. അപ്പൊ ലാസ്റ്റ് പാഠം കുട്ടികളെ കണ്ട് പഠിക്കൂ എന്ന പാഠം ഒന്ന് ചെറ വായിച്ചേ. ചെറ ക്ലാസ് ഉണ്ടായിട്ടേ ഇല്ല ഇതുവരെ. ആ വായിച്ചേ. എന്താ ടീച്ചർ? ഇല്ല, നമ്മുടെ മൂന്നാമത്തെ ലെസൺ ഒന്ന് വായിക്കാൻ. ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ? ഇല്ല, എന്നാലും പഠിക്കുന്നുണ്ട് ഇപ്പൊ. നോട്ട്ബുക്ക് കംപ്ലീറ്റ് ആക്കിയോ നേരം? കംപ്ലീറ്റ്. ആ, ടെക്സ്റ്റ് ബുക്കിൽ അതുപോലെ നിർബന്ധമായി നോട്ട് കംപ്ലീറ്റ് ചെയ്യണേ. എല്ലാരും കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റൂ കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് എന്തേ കിട്ടാഞ്ഞേ മോക്ക്? ഇവിടെ ഉണ്ടായിരുന്നില്ല? അമ്മ ശ്രീകുട്ടി മിസ്സിനോട് അയച്ചപ്പോ ശ്രീകുട്ടി മിസ് പറഞ്ഞു ഇല്ലെന്ന്. ഫോർത്തിന്റെ അല്ലേ? ആരുടെയെങ്കിലും ഒരു പഴയത് കിട്ടും നോക്കാഞ്ഞില്ലേ മോളെ? ഇത് പഴയ ബുക്കാണ് നമ്മളെ, പഴയ സിലബസ്. എന്താ കമ്പ്യൂട്ടറിന്റെ ലെസന്റെയും കിട്ടി. അതെ അല്ലേ? ഈ ഫോർത്തിന്റെ മലയാളം ബുക്ക് നമ്മളെ പഴയ ബുക്ക് തന്നെയാണ്. ഹിന്ദി ബുക്കും കിട്ടി. കഴിഞ്ഞ വർഷം 4th സ്റ്റാൻഡേർഡിൽ പഠിച്ച ഏതെങ്കിലും കുട്ടിയോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു പഴയ ബുക്ക് കിട്ടുമല്ലോ, പുതിയത് വന്നിട്ടാകുമ്പോ നമുക്ക് ഇവിടുന്ന് വാങ്ങാം. ഞാൻ വാങ്ങിച്ചേ. എന്നിട്ടോ അതെവിടെ? മലയാളത്തിന്റെ ബുക്ക് കത്തിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു. അയ്യോ, ഇതിന് വേറെ ആരുടെങ്കിലും ചോദിച്ചു നോക്കാഞ്ഞില്ലേ നമ്മളെ കഴിഞ്ഞ വർഷത്തെ കുട്ടികളോട്? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഇന്ന് ആരാ വായിക്കുന്നത്? വായിക്കാത്ത ഏത് കുട്ടികളാണുള്ളത്? ഷംബീൽ വായിച്ചിട്ടില്ല മോനെ? അത് ഷംബീൽ ഒന്ന് വായിച്ചേ. വായിക്കാത്ത കുട്ടികളെ നമുക്ക് മാക്സിമം വായിപ്പിക്കാലോ. ഷംബീലേ, ആ മൂന്നാമത്തെ പാഠം വായിച്ചേ. ടെക്സ്റ്റ് ഇല്ലേ? ഷംബീൽ ടെക്സ്റ്റ് ഉണ്ടല്ലോ, കൊടുത്ത് കാണിച്ചേ. ടെക്സ്റ്റ് ബുക്ക് കാണിച്ചേ. ഒന്ന് മിസ്സിനെ കാണിച്ചേ ടെക്സ്റ്റ് ബുക്ക്. നോട്ട്ബുക്ക് കാണിച്ചേ മലയാളത്തിന്റെ. നോട്ട്ബുക്ക്, മലയാളം നോട്ട്ബുക്ക്. ഓക്കെ, ഇപ്പൊ എല്ലാവരുടെ കയ്യിലും ബുക്ക് ഉണ്ടല്ലോ, ടെക്സ്റ്റും നോട്ടും. നോക്കട്ടെ, ഒന്ന് കാണിച്ചു എല്ലാവരും. നോട്ടും ടെക്സ്റ്റും ഉണ്ടായിരിക്കണം കേട്ടോ. ഏത് സബ്ജക്റ്റ് ആയാലും നിങ്ങൾ ക്ലാസ് എടുക്കുന്ന ടൈമിൽ നിങ്ങളുടെ കയ്യിൽ നോട്ടും ടെക്സ്റ്റും ഉണ്ടായിരിക്കണം. നോട്ട് നിങ്ങൾ ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾ എഴുതാതിരിക്കരുത്. നോട്ട് കംപ്ലീറ്റ് ആയിട്ട് എന്തായാലും എഴുതണം. കാരണം നിങ്ങൾ ഫീസ് കൊടുത്തിട്ട് തന്നെയാണ് പഠിക്കുന്നത്, അതുകൊണ്ട് നല്ലപോലെ പഠിക്കാൻ ശ്രമിക്കണം. ഓൺലൈൻ ക്ലാസ് അല്ലേ, നോട്ട് കംപ്ലീറ്റ് ചെയ്യരുതെന്ന് ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ. എല്ലാവരും നോട്ടും ടെക്സ്റ്റും എഴുതിയിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പൊ ഒന്ന് ഷംബീൽ വായിച്ചേ മോനെ. ഷംബീൽ അൺമ്യൂട്ട് ചെയ്തോ? ഇവിടെ ഷംബീലേ വായിച്ചോ? വായിച്ചേ. മൂന്നാമത്തെ ലെസൺ, കുട്ടികളെ കണ്ട് പഠിക്കൂ. ശ്രദ്ധിക്കണം എല്ലാവരും. ഷംബീൽ സ്റ്റാർട്ട് ചെയ്തോ? കേൾക്കുന്നില്ല? നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും? ഷംബീൽ വായിക്കാൻ തുടങ്ങിയ മോനെ? കേൾക്കുന്നില്ലടാ. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ ഷംബീൽ വായിക്കുന്നത്? ഇല്ല അല്ലെ? ഇല്ല. ഒന്ന് വായിച്ചേ മോനെ, നോക്കട്ടെ. ഒച്ചത്തിൽ വായിച്ചേ. പോയാ ഷംബീൽ പോയാ? ഇല്ല, വായിച്ചേന്ന്. എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടടാ. ഒരു ഗ്രാമത്തിൽ അഗുൽക്കയെന്നും മലാശയെന്നും പേരുള്ള രണ്ട് പെൺകുട്ടികൾ കാത്തിരുന്നു. ഇപ്പൊ വൃത്തി കേൾക്കുന്നുണ്ട്.
ഒരു പാതയുടെ അപ്പുറത്തും ഇപ്പുറത്തായിരുന്നു അവരുടെ വീട്. ഉം. ഉം. നല്ലപോലെ ടെക്സ്റ്റ് വായിക്കണേ. വായിച്ചോ? വായിച്ചോടാ. സ്ഥിരമായതിനാൽ പള്ളിയിൽ പോയി തിരിച്ചു വരികയായിരുന്നു അവർ. നല്ല ഭംഗിയുള്ള പുത്തൻ വസ്ത്രങ്ങൾ രണ്ടുപേരും ധരിച്ചിരുന്നത്. അവർ നടന്നു വരുന്ന വഴിയിൽ അവിടെവിടെ ചെളിവെള്ളം കെട്ടി നിന്നിരുന്നു. കുട്ടികൾ രണ്ടുപേരും കേൾക്കുന്നില്ല മോനെ. കേൾക്കുന്നില്ല. എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അത് വെക്കാതെ വായിച്ചേ മോൻ. അത് കളഞ്ഞ് സാധാരണ വായിച്ചേ. വായിച്ചേ. കിട്ടുന്നുണ്ടോ? ഒന്ന് വായിച്ചു നോക്കിയേ. അതില്ലാതെ കേൾക്കുന്നുണ്ട്. ചെളിവെള്ളത്തിലിറങ്ങി കളിക്കുവാൻ തുടങ്ങി. അവർ സംസാരിച്ച് ചെളിവെള്ളത്തിലൂടെ നടന്നു. പിന്നിടയിൽ മലാശ വെള്ളം തട്ടിത്തെറിപ്പിക്കാൻ തുടങ്ങി. ചെളിവെള്ളം അഗുൽക്കയുടെ മുഖത്തും പുത്തൻ ഉടുപ്പിലും വീണു. അവൾക്ക് ദേഷ്യവും സങ്കടവും വന്നു. ഈ സമയം മലാശ ചെളിവെള്ളത്തിൽ നിന്ന് പുറത്ത് കടന്ന് വീട്ടിലേക്ക് ഓടി രക്ഷപ്പെടാൻ തുനിഞ്ഞു. അപ്പോഴേക്കും അഗുൽക്കയുടെ അമ്മ അതുവഴി വന്നു. മകളുടെ ഉടുപ്പിലും മുഖത്തും ചെളി പുരണ്ടെങ്ങനെയെന്ന് അവർ ആരാഞ്ഞു. കൂട്ടുകാരി ചെളിവെള്ളം തെറിപ്പിച്ചതാണെന്ന് അഗുൽക്ക പറഞ്ഞു. അഗുൽക്കയുടെ അമ്മ മലാശയെ പിടിച്ചു നിർത്തി ചൂടുള്ള അടി കൊടുത്തു. മലാശ വാവിട്ടു കരയാൻ തുടങ്ങി. മകളുടെ രോദനം കേട്ട് അവളുടെ അമ്മയും മകളുടെ രോദനം കേട്ട് കരച്ചിൽ കിട്ടുന്നില്ലേ? അവിടേക്ക് എത്തി. രണ്ട് അമ്മമാരും തമ്മിൽ വഴക്കായി. അന്യോന്യമുള്ള വാക്കേറ്റം കൂടി വന്നു. വലിയ ശണ്ടയായി. ലഹളം കേട്ട് അയൽവാസികൾ ഇന്ന് സിറക്ക് ഭയങ്കര ദാഹാണെന്ന് തോന്നുന്നു അല്ലേ?
കൂടിയെത്തി ആ കൂടി വന്നു. വലിയ ശണ്ഡമായി. അത് കഴിഞ്ഞില്ലേ? ഒരു വലിയ ശണ്ഡയായി. ലഹള കേട്ട് അയൽവാസികളായ മറ്റു ചിലരും വന്നു. എന്തിനു പറയുന്നു? തെരുവിൽ വലിയ ആൾക്കൂട്ടമായി. കഴിക്കും. എല്ലാവരും വായിൽ വന്നതൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. ആരും മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിച്ചില്ല. എന്തെന്ന് ശ്രദ്ധിച്ചില്ല. അവർ വഴക്ക് തുടർന്നുകൊണ്ടിരുന്നു. അവരുടെ മുത്തശ്ശി വടിയും കുത്തിപ്പിടിച്ച് അവിടേക്ക് നടന്നെത്തി. ലഹളം കൂടുന്നവരെ സമാധാനിപ്പിച്ചു. ശ്രമിച്ചു. പക്ഷേ വൃദ്ധയുടെ വാക്കുകൾ ആരും ശ്രദ്ധിച്ചില്ല. ആൻഡ്രോസ് പ്രിൻസ് എന്തേ? ഒരു മിനിറ്റ് മോനെ ഷംബീൽ. ആൻഡ്രോസ് എന്തേ? നമ്മള് കൈവക്കി എന്തിനാ? വായിക്കാനാ? ആ നെക്സ്റ്റ് വായിച്ചോ. നെക്സ്റ്റ് പേജ് പാരഗ്രാഫ് മുതൽ. ആൻഡ്രോസ് വായിച്ചോ. ആരും ശ്രദ്ധിച്ചില്ലാന്ന്. അത് കഴിഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ശ്രദ്ധിക്കണം. സ്ത്രീകളും തുറന്നുകൊണ്ടിരിക്കെ അഗുലുക ഉടുപ്പിന്റെ അഴുക്ക് തുടച്ചു കളഞ്ഞു. അവൾ വീണ്ടും ചെളിവെള്ള കുഴിയുടെ അടുത്തേക്ക് പോയി. ഒരു കല്ലെടുത്ത് കുഴിയുടെ വക്കിലെ മണ്ണുരച്ച് മാറ്റാൻ തുടങ്ങി. വേഗം മനാശയും അവളുടെ കൂടെ ചേർന്നു. മരച്ചീട് കൈയിലാക്കി തോട് കുടിക്കുന്നത് അവൾ രണ്ട് കാലികമാരും ചേർന്ന് ചെളിക്കുഴിയിൽ നിന്ന് പൊട്ടിച്ചു വിട്ട വെള്ളം തെരുവിൽ കൂടി ഒഴുകി. ഒഴുകുന്ന ചാലിന്റെ ഓരോ വശത്തായി പെൺകുട്ടികൾ ഓടിക്കൊണ്ടിരുന്നു. ഇരുവരും എന്ത് സന്തോഷത്തിലാണ്. വെള്ളച്ചാലിൽ കൂടി ഒഴുകുന്ന മരച്ചീട് കണ്ട് കുട്ടികൾ കൈകൊട്ടി ചിരിച്ചു. ഇത് കണ്ട് വൃദ്ധ ലഹള കൂടുന്ന സ്ത്രീകളെ തന്റെ അരികിലേക്ക് വിളിച്ചു. ആ കുട്ടികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങളെ പറ്റി നാണം തോന്നുന്നില്ലേ? ഈ കുട്ടികളെ ചൊല്ലിയല്ലേ നിങ്ങൾ വഴക്ക് കൂടിയത്? ഒന്നുമില്ലാത്ത ആ മനകൾ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചേടുന്നത് കാണാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? ചെറിയ കുട്ടികളാണെങ്കിലും അവർക്ക് നിങ്ങളെക്കാൾ അറിവുണ്ട്, ബുദ്ധിയും സ്നേഹവും ഉണ്ട്. എല്ലാവരും പെൺകുട്ടികളെ നോക്കി. വൃദ്ധ പറഞ്ഞത് എത്ര ശരി. അവർ നാണിച്ചു തല താഴ്ത്തി. തങ്ങളുടെ വിഡ്ഢിത്തരം ഓർത്ത് ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവർ താങ്കളുടെ വീട്ടിലേക്ക് പോയി. താങ്കളുടെ വീട്ടിലേക്ക് പോയി അല്ലേ? അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? നല്ല പോലെ വായിക്കണം ടെക്സ്റ്റ്. അതുപോലെ എഴുതുന്ന എല്ലാ ആൻസേഴ്സും പഠിക്കണം. ഓക്കെ. അർത്ഥം പഠിക്കണം, വിപരീത പദം പഠിക്കണം, ഒക്കെ പഠിക്കണം കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന്റെ ടൈം കഴിയാറായി. അതെ ആഷിന് ചിരി വരുന്നുണ്ടല്ലോ അല്ലേ? വായിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണോ അല്ല പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണാവോ ചിരി വന്നത്? എന്തെയാ സൂര്യദേവ്? സൂര്യദേവ് പ്ലീസ് അൺമ്യൂട്ട് മോനെ. അൺമ്യൂട്ട് ചെയ്തോ? എന്താ മോനെ? ടൈം ടേബിൾ ഇപ്പൊ സെൻഡ് ചെയ്യും. വേഗം സെൻഡ് ചെയ്യും കേട്ടോ എക്സാമിന്റെ. ഓക്കെ. എക്സാമിന്റെ ടൈം ടേബിള് ആരാ ചോദിച്ചു?
എന്താ നിഹാലെ പറഞ്ഞോ? നിഹാലും പറഞ്ഞോ സെറയും എന്താണ്? എക്സാം 3-ാം തീയതി. അറിഞ്ഞില്ല? ആൻഡ്രസ് അറിഞ്ഞില്ലേ? സെറ അറിഞ്ഞില്ലേ? 3-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. എല്ലാത്തിനും എക്സാമിന്റെ ടൈം ടേബിൾ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും കേട്ടോ. 3-ാം തീയതി പറഞ്ഞില്ലേ? ആഗസ്റ്റ് 3 സ്റ്റാർട്ട് ചെയ്ത്. ഓക്കെ. സെറ ഇതൊന്നും അറിഞ്ഞില്ലേ? സെറേ ആൻഡ്രോസാ ചോദിച്ചേ. അന്ന് വാട്സാപ്പിൽ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ 3-ാം തീയതി ആണ് എന്നെല്ലാം. ഓക്കെ. എല്ലാവരും പഠിക്കുക കേട്ടോ. ടെക്സ്റ്റ് നല്ലപോലെ വായിക്കണേ. ഇനി ആർക്കും ഡൗട്ടൊന്നും ഇല്ലല്ലോ? ഷാൾ വി വൈൻഡ് അപ്പ്? നമുക്ക് ചെയ്യൂ കേട്ടോ.